ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ഉംറ വിസകൾ അനുവദിക്കുന്നത് സൗദി അറേബ്യ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. ഈ മാസം 20 വരെ വിസ അനുവദിക്കും. സൗദി അറേബ്യ ഹജ്ജ് സീസണ് മുന്നോടിയായി ഉംറ വിസകൾ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തുന്നു. ഈ മാസം 20 വരെയായിരിക്കും ഈ സീസണിൽ ഉംറ വിസ അനുവദിക്കുന്നതെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. വിസ ലഭിച്ച തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 3 വരെയാണ്. ഏപ്രിൽ 18-നകം മുഴുവൻ തീർത്ഥാടകരും രാജ്യം വിടണം. ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗകര്യമൊരുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമാണ് ഈ മുൻകരുതൽ നടപടി. ഉംറ വിസയിലെത്തുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കാനാവില്ല. ഹജ്ജ് വിസയിലെത്തുന്നവർക്ക് മാത്രമേ ഹജ്ജ് നിർവഹിക്കാനാവൂ എന്നും മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം ജൂൺ പകുതിയോടെ പുതിയ സീസണിലേക്കുള്ള ഉംറ വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷണ സാധനങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിക്കുന്നതിനെതിരെ കുവൈറ്റ് മിന്നൽ പരിശോധനയിൽ 51 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഭക്ഷ്യസാധനങ്ങളുടെ വില അമിതമായി വർദ്ധിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം. അഹമ്മദി, മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിൽ മന്ത്രാലയത്തിന്റെ എമർജൻസി ഇൻസ്പെക്ഷൻ ടീം വ്യാഴാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിൽ 51 നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിശ്ചിത വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയതിനും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതിനുമാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തിയത്. അഹമ്മദിയിൽ നടത്തിയ പരിശോധനയിൽ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുക, വ്യാജ പ്രൊമോഷണൽ ഓഫറുകൾ നൽകുക, ഉപഭോക്താക്കൾക്ക് ഇൻവോയ്സ് നൽകാതിരിക്കുക, സാധനങ്ങളുടെ ഉത്ഭവ രാജ്യം വ്യക്തമാക്കാതിരിക്കുക തുടങ്ങിയ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം തടയുന്നതുമാണ് ലക്ഷ്യം. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരിശോധനകൾ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ വിസിറ്റ് വിസയിൽ കഴിയുന്ന പ്രവാസികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ ഇനി രാജ്യം വിടേണ്ട. വിസ നിയമത്തിൽ താൽക്കാലിക ഇളവ് ഏർപ്പെടുത്തി. ഗൾഫ് മേഖലയിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഒമാൻ വിസ നിയമങ്ങളിൽ ചില ഇളവുകൾ വരുത്തി. വിസിറ്റ് വിസയിൽ കഴിയുന്ന പ്രവാസികൾക്ക് രാജ്യം വിടാതെ തന്നെ തൊഴിൽ വിസയിലേക്ക് മാറാം. ഈ ഇളവുകൾ താൽക്കാലികമാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതിനാൽ വലയുന്ന പ്രവാസികൾക്ക് വേണ്ടിയാണ് വിസ മാറ്റം എളുപ്പമാക്കുന്നതെന്നാണ് സൂചന. സന്ദർശക വിസയിൽ കഴിയുന്ന പ്രവാസികൾ തൊഴിൽ വിസയിലേക്ക് മാറുന്നതിന് ഒമാനിൽ നിന്നും എക്സിറ്റ് അടിക്കാതെ തിരിച്ചു വരണമായിരുന്നു. നിലവിലെ ഇളവ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.